ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. പഞ്ചാബിൽ സ്ത്രീകൾക്ക് 1000 രൂപ നൽകും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അത് നടപ്പാക്കിയില്ല. അരവിന്ദ് കെജ്രിവാൾ മാന്യമായി സംസാരിക്കുകയും പിന്നീട് ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സുഖ്ജിന്ദർ സിംഗ് രൺദാവ കുറ്റപ്പെടുത്തി. वहाँ उन्होंने कहा कि हमारी जो आम आदमी क्लिनिक है, सभी क्लिनिक इनकी बंद है, कहीं डॉक्टर नहीं है, कहीं वहाँ नहीं हो रहे टेस्ट, नहीं हो रहे. कहाँ के वो इनका जो जुमलेबाजी इन्होंने की थी. तो मेरे ख्याल में कि अगर केजरीवाल साहब सिंसियर हैं, इनको इमीडिएटली इन बातों को इम्प्लीमेंट कर देना चाहिए. 2100 रुपया महिलाओं की जेब में चला जाना चाहिए. अभी फॉर्म भरेंगे जी, फिर हम स्क्रूटनी करेंगे जी, फिर जब सरकार बनेगी उसके बाद करेंगे जी. ये इनका स्टाइल है केजरीवाल साहब का, और ये बहुत मियाँ मिठोर बहुत शरीफ से होकर बात करते हैं और उसके बाद लोगों को धोखा. ഡൽഹിയിൽ നിന്ന് അച്യുതൻ തത്സമയം ചെയ്യുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അച്യുതൻ, ഇന്നലെ അച്യുതനും പൊളിച്ചു കേട്ടോ. കേരള അച്യുതാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്കൂട്ടത്തിലേക്ക്. അച്യുതൻ ഓർമ്മിക്കുന്നുണ്ടാകും. അപ്പോൾ പറയാം അച്യുതൻ. ഓർമ്മിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എസ് കെ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെന്നുള്ളൂ. പക്ഷേ തിരക്കിട്ട പ്രചാരണങ്ങളിലേക്ക് എല്ലാ മുന്നണികളും കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി, കോൺഗ്രസ്, BJP അങ്ങനെ ശക്തമായ വാഗ്വാദങ്ങൾ പരസ്പരം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ആം ആദ്മിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ആം ആദ്മി കഴിഞ്ഞ ദിവസം 2100 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് നൽകുമെന്ന ഒരു പദ്ധതിയും, ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്കും ഗുരുദ്വാരകളിലെ പുരോഹിതർക്കും 18,000 രൂപ നൽകുമെന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും നടപടികളും ആരംഭിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിമർശനവുമായി എത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ 1000 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്ന് ആം ആദ്മി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ 1 രൂപ പോലും ഒരു സ്ത്രീകൾക്കും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് ആം ആദ്മിയിൽ നിന്നും രാജിവെച്ചിറങ്ങിപ്പോയ MLA തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ കള്ളം പറയാതെ ഈ പ്രഖ്യാപിച്ച 2100 രൂപ ഇപ്പോൾ നൽകാൻ തയ്യാറാകണം. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുമെന്നാണ് ഈ കോൺഗ്രസ് നേതാവ് ആരോപിക്കുന്നത്. ഒപ്പം തന്നെ കേജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ട്. അതായത് മാന്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് കേജ്രിവാളിന്റേത്. ഡൽഹി ജനതയ്ക്ക് വേണ്ടത് ഒരു കള്ളനായ മുഖ്യമന്ത്രിയല്ല, മറിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വേണ്ടതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ ആം ആദ്മി ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഇറങ്ങുന്നത്. കാരണം BJP ലക്ഷ്യമിടുന്ന വോട്ട് ബാങ്കുകൾ അത് തന്നെയാണ് ആം ആദ്മിയും ഇത്തവണ ലക്ഷ്യമിടുന്നത്. അതായത് ഭൂരിപക്ഷ വോട്ടുകളും അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുടെ വോട്ടുകളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആം ആദ്മി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് BJPയും ഒരു തരത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. BJP നിലവിൽ ഈ മദ്യനയ അഴിമതി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആം ആദ്മിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കേജ്രിവാൾ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും BJP ആരോപിക്കുന്നുണ്ട്. എന്തായാലും തിരക്കിട്ട രാഷ്ട്രീയ പ്രചാരണങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. ദിവസേന മുന്നണികൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ, അതിൽ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കം ഉന്നയിക്കുവാൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ ശ്രദ്ധയാർഹിക്കുന്നതാണ്. എന്തായാലും തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും വാശിയേറിയ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അച്യുതൻ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.